ലോകത്ത് വ്യക്തിപ്രഭാവമുള്ള വനിതകളിൽ എണ്ണം പറഞ്ഞ ഒരു സ്ത്രീ. തന്റെ കൃത്യമായ ആശയവിനിമയം കൊണ്ട് ജനങ്ങളുടെ മനസ്സുകളിൽ ഇടം പിടിച്ച നമ്മുടെ സ്വന്തം ടീച്ചർ അമ്മ. ഇതിലൊക്കെ ഉപരി എ ട്രൂ ലീഡർ ആൻഡ് ഇൻസ്പിറേഷൻ. മനസ്സിനു സ്വാർത്ഥം വേണ്ടടാ, മനുഷ്യനു മാറ്റം വേണ്ടടാ, ഇനിയൊരു നോട്ടം തെറ്റിയാൽ ജയമകള. ടീച്ചറെ നമസ്കാരം. നമസ്കാരം. എല്ലാവരും ടീച്ചറെ, ടീച്ചർ അമ്മ എന്നൊക്കെ ഒരുപാട് സ്നേഹത്തോടെയാ വിളിക്കുന്നത്. KK ശൈലജ എന്നുള്ള പേര് മറന്നുപോയോ? അതെന്റെ പേരാണല്ലോ, മറക്കില്ല. ഇപ്പൊ ആളുകൾ ഒരുപാട് സ്നേഹത്തോടെ ഇങ്ങനെ വിളിക്കുമല്ലോ. ഇപ്പം ഒരു തിരിച്ചു വരവ് അല്ലെങ്കിൽ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ഒരു തേരോട്ടത്തിലാണുള്ളത്. ഇത് ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയായിട്ട് തോന്നുന്നുണ്ടോ? എല്ലാ മത്സരങ്ങളും ശ്രമകരമാണ്, അതെ, ചെറുതായാലും വലുതായാലും. അത് ഒരു തെരഞ്ഞെടുപ്പ് മത്സരമാകുമ്പോൾ കുറച്ചും കൂടി കുറേ ദിവസങ്ങൾ എടുത്ത് കുറേ ആളുകളെ കണ്ട് ഒരുപാട് ആളുകളുടെ അഭിപ്രായം നേടിയാലല്ലേ വിജയിക്കാൻ സാധിക്കുള്ളൂ. എന്നെ സംബന്ധിച്ച് ഈ പേരാവൂർ നിയോജക മണ്ഡലം ഞാൻ ജനിച്ചു വളർന്ന പ്രദേശം ഉൾക്കൊള്ളുന്ന ഇടമാണ്. അതുപോലെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഏറെ അതിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ഈ മേഖലകളിലാകെ ഞാൻ പരിശ്രമിച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു വലിയ അങ്ങനെയുള്ളൊരു ബർഡനായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ നാട്ടിലെ ജനങ്ങളെ ഞാൻ കാണുന്നു, അവരോട് വോട്ട് അഭ്യർത്ഥിക്കുന്നു. അവരെന്നെ ജയിപ്പിക്കുകയാണെങ്കിൽ എൻ്റെ നാടിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാൻ മനസ്സിൽ കുറേ പദ്ധതികളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ എന്നെ ജയിപ്പിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ. ഇപ്പം ഞാനിവിടെ ഇരിക്കുമ്പോൾ പേരാവൂർ കാര്യം എന്നുള്ള ഞങ്ങൾക്കൊരു അഹങ്കാരമുണ്ട്. ഞങ്ങളുടെ ഒരു പൊതു സ്വത്താണ് ഇരിക്കുന്ന ടീച്ചർ. ഇപ്പൊ ഒരു യൂണിവേഴ്സൽ സ്റ്റാർ ഞങ്ങളുടെ മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. ഓപ്പോസിറ്റ് അതേപോലെ തന്നെ അല്ലെങ്കിൽ ഒരു വ്യക്തിപ്രഭമുള്ള മറ്റൊരു പുരുഷനാണ് മത്സരിക്കുന്നത്. അപ്പൊ ഈ ഒരു മത്സരം കടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ പോകുന്നതോറും ഇപ്പം ആൾക്കാരുടെ ഒരു ഇന്ററാക്ഷൻ, അല്ലെങ്കിൽ 2006 ഓർമ്മകളൊക്കെ തിരിച്ചു വരുന്നുണ്ട്. ഇപ്പൊ ആളുകളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ എത്രത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞാൻ ഇവിടെ മറ്റ് രാഷ്ട്രീയ പരിപാടികൾക്കൊക്കെ ആയിട്ട് വരാറുണ്ട്. പക്ഷേ MLA അതുപോലെ തന്നെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം എന്നെല്ലാം നിലയിലുള്ള വലിയ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടെ മാത്രമേ വരാൻ കഴിയാറുള്ളൂ. കുറച്ച് സമയം കിട്ടുമ്പോൾ ഞാൻ എൻ്റെ മട്ടന്നൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അവിടുത്തെ വികസന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. ധാരാളം പുതിയ പദ്ധതികളൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെയായി ബന്ധപ്പെട്ട് കുറേ സമയം അങ്ങനെ പോകുന്നത് കൊണ്ട് ഈ മേഖലകളിൽ സ്ഥിരമായിട്ട് കുറച്ച് നാളായിട്ട് വരാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വരുമ്പോൾ ആരും എന്നെ മറന്നിട്ടില്ല, ഞാനും ആരെയും മറന്നിട്ടില്ല. ഇനി ഇപ്പം പേരാവൂരിലെ ജനങ്ങൾ തിരഞ്ഞെടുത്താൽ ഈ മേഖലകളിലാണല്ലോ ഇനിയുള്ള എല്ലാ ദിവസവും ഞാൻ ഉണ്ടായിരിക്കുക. അപ്പോൾ പഴയ ബന്ധങ്ങൾ, ഓർമ്മകൾ, കൂടെ പഠിച്ചവർ, ഞാൻ പഠിപ്പിച്ച കുട്ടികൾ, നാട്ടിലെ എൻ്റെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചവർ, അതുപോലെ എതിർ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ആണെങ്കിലും വലിയ സൗഹൃദം പങ്കിടുന്ന ഒരുപാട് ആളുകൾ, അങ്ങനെയാണ് പറയുന്നത്. ഇപ്പം ടീച്ചറെ ഞങ്ങൾ മറന്നിട്ടില്ല എന്നുള്ള മട്ടിൽ തന്നെയാണ് എല്ലാവരുടെയും സംസാരം. അത് വലിയ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ഒരു സെക്കൻഡ് ഇന്നിങ്സിന് വേണ്ടി പേരാവൂർ വന്നിരിക്കുകയാണ്. അപ്പം പേരാവൂരിന് ഇപ്പൊ മണ്ഡലത്തിന്റെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ കുറെ കൂട്ടിച്ചേർക്കലുകളും മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ മാറ്റത്തിന് എങ്ങനെയാണ് ടീച്ചർ നോക്കി കാണുന്നത്? ഇതില് ചില പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് ഇപ്പോൾ പഴയതുപോലെ അങ്ങനെ ഏതെങ്കിലും ഒരിടം പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്ഥിരമായി നിൽക്കുന്ന ഒരവസ്ഥ പൊളിറ്റിക്സിൽ ഇല്ല എന്നുള്ളതാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മണ്ഡലവും അങ്ങനെ ഏതെങ്കിലും പ്രത്യേകമായിട്ട് പറയാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ പേരാവൂരിൽ വിജയസാധ്യത ധാരാളമായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ പുതിയ മണ്ഡലത്തിൽ തന്നെ ഞാൻ നേരത്തെ മത്സരിച്ചിരുന്നു. ചെറിയ വോട്ടിനാണെന്ന് പരാജയപ്പെട്ടത്. അന്ന് ഞാൻ പരാജയപ്പെടുമായിരുന്നില്ല. ആ ഇലക്ഷൻ്റെ അവസാനത്തെ ആഴ്ചയിൽ അനിഷ്ടകരമായിട്ട് ചില സംഭവങ്ങൾ ഉണ്ടായി, ചില മേഖലകളിൽ ഉണ്ടായത് ഒരാവശ്യവുമില്ലാതെ ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ചിലർ ശ്രമിച്ചു. പിന്നീടത് കോടതി വളരെ ശരിയായ രീതിയിൽ വിശകലനം നടത്തി അത് തള്ളിക്കളഞ്ഞെങ്കിലും ഒരലങ്കോലം ആ ഇലക്ഷൻ്റെ തൊട്ടടുത്ത ആഴ്ചകളിൽ ഞങ്ങൾക്കെതിരായിട്ട് ഉണ്ടാക്കാൻ UDFൻ്റെ ഭാഗത്തു നിന്നൊരു ശ്രമം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി കുറച്ച് വോട്ട് പോൾ നമ്മുടെ വോട്ടുകളെല്ലാം വന്ന് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായില്ല എന്നുള്ളതുണ്ട്. അപ്പം 3400ഓളം വോട്ടാണ് അന്ന് മെജോറിറ്റി UDFന് ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങളുടെ വോട്ട് 4-5,000 വോട്ട് അന്ന് വരാനുണ്ടായിരുന്നു കുറച്ചുകൂടി. അപ്പോൾ അത് ഇത്തവണ ആവർത്തിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ്. ഞങ്ങളുടെ അണികൾ അതിന് തയ്യാറായി വലിയ ആവേശത്തിലാണ് LDFൻ്റെ അണികളാകെ. LDF മാത്രമല്ല, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട പലരും പറയുന്നുണ്ട് ടീച്ചർ വന്നാൽ നല്ലതാണ്, ഞങ്ങൾക്ക് ഇഷ്ടമാണ്, സ്വീകരിക്കും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്.
അങ്ങനെ പറയുന്ന സ്ഥിതിക്ക് വിജയിച്ച് നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിയും എന്നൊരു ശുഭപ്രതീക്ഷ എനിക്കുണ്ട്. ഞങ്ങളും അതേ പ്രതീക്ഷയിലാണ് എന്തായാലും ഉള്ളത്. അപ്പം ടീച്ചർ വീഡിയോസ് ഒക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് ഇപ്പം പേരാവൂരിലെ ഇടപെടലുകളായിക്കോട്ടെ, അല്ലെങ്കിൽ കുറച്ച് ഇൻസ്പിറേഷണൽ കോട്ട്സ് ഒക്കെ വരുന്ന സമയത്ത് ഒത്തിരി കമന്റുകൾ ഞാൻ ഇങ്ങനെ വായിക്കാറുണ്ട്. അപ്പൊ അതിൽ കുറേ പേര് അഭിമാനത്തോടെ പറയും, എന്നെ ഫിസിക്സ് പഠിപ്പിച്ച ടീച്ചറാണ്, എന്നെ 8, 9, 10 ഒക്കെ പഠിപ്പിച്ചാണ്. ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പൊ ടീച്ചറായിട്ടുള്ള ആ ഒരു ജീവിതം വളരെ അച്ചടക്കമുള്ള ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു പാർട്ടി നേതൃനിരയിലേക്ക് വരുമ്പോഴത്തേക്ക് എത്രത്തോളം സഹായകരമായിട്ടുണ്ട്? തീർച്ചയായിട്ടും അധ്യാപനം എന്നുള്ളത് ശരിക്കും ഒരു സാമൂഹ്യ പരിഷ്കരണ മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളൊരു ഇൻസ്പിറേഷനാണ് എന്നതിൽ സംശയമില്ല. ഞാൻ ആഗ്രഹിച്ചിട്ട് തന്നെയാണ് അധ്യാപികയായത്. 2 പ്രൊഫഷനായിരുന്നു ഞാൻ. നമ്മൾ സ്വപ്നം കാണാറില്ലേ പഠിക്കുമ്പോഴൊക്കെ ആരാവണം എന്നൊക്കെ. അപ്പോൾ എനിക്ക് അങ്ങനെ വലിയ അതിമോഹങ്ങളൊന്നും ഇല്ലാത്ത, കാരണം ഞങ്ങളുടെ എല്ലാം ഗ്രാമത്തിൽ അങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമായിരുന്നില്ല. ഞാൻ 10ാം ക്ലാസ് പാസ്സായതിന് ശേഷം കോളേജിലേക്ക്, അന്ന് പ്രീ ഡിഗ്രി ആണല്ലോ, വരുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് പെൺകുട്ടികൾക്ക് അത് ചിന്തിക്കാൻ പോലും സാധിച്ചിരുന്നില്ല. അവരുടെ രക്ഷിതാക്കൾ കോളേജിൽ അയക്കുന്നതിന് പകരം അവരെ എത്രയും വേഗം കല്യാണം കഴിച്ച് അയക്കാനാണ് തീരുമാനിച്ചത്. ഭയങ്കര നിരാശയായിരുന്നു ആ കുട്ടികൾക്ക്, എൻ്റെ കൂട്ടുകാർക്കന്ന്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എൻ്റെ കുടുംബം ഒരു പൊളിറ്റിക്കലി നല്ല ധാരണയുള്ളൊരു കുടുംബമായതുകൊണ്ട് അവരെന്നെ കോളേജിലേക്ക് അയച്ചു. കോളേജിൽ ചേർന്ന് പഠിക്കുമ്പോഴും ഒരു വലിയ ഏതെങ്കിലും അത്ര ഉയർന്നൊരു അങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല ഞങ്ങളുടെ ഗ്രാമത്തിലന്ന്. പക്ഷെ എൻ്റെ മനസ്സിൽ 2 കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നുകിൽ ഒരു അധ്യാപിക ആവണം, അല്ലെങ്കിൽ ഒരു വക്കീലാവണം. ഇത് 2ആണ് ഉണ്ടായിരുന്നത്. ഇത് 2 എനിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷനായിരുന്നു. അപ്പോൾ അധ്യാപികയായി എന്തായാലും എൻ്റെ വീട്ടുകാരെന്നെ BEdന് ചേർത്തു. BEd കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ സ്കൂളിൽ ജോലി കിട്ടി, ജോലിയിൽ ചേർന്നു. വക്കീലാകണമെന്ന മോഹം പൂവണിഞ്ഞില്ല. ഞാൻ യഥാർത്ഥത്തിൽ ലോ അക്കാദമിയിൽ ചേർന്ന് 1 വർഷം പരീക്ഷ എഴുതിയിരുന്നു, LLBയുടെ എഴുതിയിരുന്നു. പക്ഷേ പാർട്ടി രംഗത്ത് അപ്പോഴേക്കും എനിക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ കിട്ടി. അപ്പോൾ നിരന്തരമായി നിർവഹിക്കുന്നതിനിടയിൽ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു എന്ന് ഇപ്പം തോന്നുന്നു. പക്ഷേ അന്നേരം ആ തിരക്കുകൾ, ഭാരവാഹിത്വമൊക്കെ വരിക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പരീക്ഷ എഴുതി എന്നുള്ളത് മാത്രം പറയാം. അതെ 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 പറയാം. അപ്പോൾ അങ്ങനെ ഈ അധ്യാപനം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ക്ലാസ് റൂമിൽ ഇരിക്കുന്നത് സമൂഹത്തിൻ്റെ ഒരു നഖചിത്രമാണ്. എല്ലാ വിഭാഗവും ഉണ്ടാവും അതിനകത്ത്. പരമദരിദ്രരായിട്ടുള്ള കുട്ടികളുണ്ടാവും, അത് നല്ല സമ്പന്ന കുടുംബത്തിൽ വരുന്ന കുട്ടികളുണ്ടാകും, വ്യത്യസ്ത കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നവരുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നതാണ്. അപ്പോൾ നമുക്കൊരു സമൂഹത്തെ നേരിടുന്നത് പോലെ തന്നെയാണ് ക്ലാസ്സിനകത്തുള്ളത്. പാഠപുസ്തകങ്ങളിൽ ഉള്ളത്, സിലബസിലുള്ളത് മാത്രം പഠിപ്പിക്കുക എന്നുള്ളതല്ല അധ്യാപകൻ്റെ ജോലി. മുന്നിലിരിക്കുന്ന കുട്ടികളിൽ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ പൗരന്മാരാകാനുള്ള ഉത്തമ വികാരം ഉണ്ടാക്കണം. നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കാൻ കഴിയണം, ഡെമോക്രസിയെ സ്നേഹിക്കാൻ കഴിയണം, സെക്കുലറിസം അംഗീകരിക്കുന്നവരാകണം, പരസ്പര വിദ്വേഷത്തോടുകൂടി ശത്രുതാപരമായ സമീപനം സ്വീകരിക്കാത്തവരാകണം, പരസ്പര ആശ്രയത്തുള്ളവരാകണം. ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഒരു പുതിയ തലമുറയിലേക്ക് കടന്നു വരുന്ന ശരിയല്ലാത്ത കാര്യങ്ങൾ, ഇപ്പോൾ ഡ്രഗ് അഡിക്ഷൻ വരുന്നുണ്ട്, അത്തരം കാര്യങ്ങളുണ്ട്. പിന്നെ വളരെ കമ്മ്യൂണലായിട്ടുള്ള വികാരം വരുന്നുണ്ട്. അതിനൊന്നും ഇടയില്ലാത്ത ഒരു നല്ല പൗരനാവണം. സോഷ്യൽ സർവീസ് ഓറിയൻറ്റഡ് ആയിരിക്കണം അവർ. ഞാൻ എൻ്റെ മക്കളോട് പറയാറുണ്ട്, നിങ്ങൾക്ക് എവിടെ ജോലി കിട്ടിയാലും ആ ജോലി സന്തോഷത്തോടെ ചെയ്യുക, ആത്മാർത്ഥതയോടെ ചെയ്യുക. നിങ്ങൾക്ക് അതുവഴിയാണ് നിങ്ങൾ സമൂഹത്തെ സേവിക്കുന്നത്. അപ്പോൾ അവരെല്ലാം വളരെ ഉത്സുകരാണ് അത് കേൾക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ കുട്ടികളോട് സംവദിക്കാൻ പറ്റും. കുട്ടികൾ ഇങ്ങോട്ടും നമുക്ക് ഒരുപാട് അറിവുകൾ നൽകും. എത്രയോ കാര്യങ്ങൾ അങ്ങനെ നമുക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ വളരെ ത്രിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ വലിയ ആവേശം ഉണ്ടാകുന്ന ഒരു കുട്ടിയിലൊരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ, അവർ വളരെ മോശമായിട്ടുള്ളൊരു കുട്ടിയാണ്, ആ കുട്ടിയെ നമ്മൾ നല്ലൊരു കുട്ടിയായിട്ട് മാറ്റുന്നു. അതൊരുപാട് അധ്യാപകർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അധ്യാപകരുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന പേഴ്സണലായിട്ടുള്ള ഒട്ടേറെ അനുഭവമുണ്ട്. എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കുട്ടി വളരെ കുസൃതിയാണ് ക്ലാസ്സിൽ. അതൊരു 8ാം ക്ലാസ് B ആണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ ടീച്ചർമാർ പറഞ്ഞു ക്ലാസ് പോകാൻ പറ്റില്ല. വളരെ പിൻബെഞ്ചിലിരിക്കുന്ന, ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി വളരെ ന്യൂസൻ്റാണ്, വല്ലാണ്ട് ഉപദ്രവിക്കുന്നു. ഉപദ്രവം എന്ന് വെച്ചാൽ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ അവൻ്റെ കമൻറ്റ് തുടങ്ങും, എല്ലാവരും കൂടി ചിരിക്കും, ബഹളം വെക്കും, പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ ഹെഡ്മാഷ് അന്ന് എൻ്റെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള KT ചന്ദ്രമാഷാണ്. ചന്ദ്രമാഷ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു,
ടീച്ചർ ആ ക്ലാസ്സിൻ്റെ ചാർജ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതും ഒരു ചലഞ്ചാണ്. നമ്മൾ ഈ ചലഞ്ച് നേരിടാൻ പഠിച്ചത് ഇങ്ങനെയൊക്കെയാണ്. അതെ, ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ മാഷേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയി ആദ്യം അറ്റൻഡൻസ് എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ അമർത്തി പിടിച്ച ചിരിയും ബഹളമൊക്കെയാണ്. അപ്പം അതൊക്കെ നടന്ന് മൂപ്പരുടെ അടുത്ത് എത്തി. അപ്പം എന്തോ ഒരു പുസ്തകം ഇങ്ങനെ നിർത്തി വെച്ചിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം. ഞാനതിങ്ങ് വാങ്ങി ബലമായിട്ട്. നോക്കുമ്പം വളരെ മോശമായിട്ടുള്ള ചില ചിത്രങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എന്തൊരു വേഷമാണ് നിന്റെ പുസ്തകത്തിലെ ഈ ആളുകൾക്കൊക്കെ ഉള്ളത്? ഇങ്ങനെയാണോ വീട്ടിൽ അമ്മയൊക്കെ വേഷം ധരിക്കുക? അപ്പോൾ എൻ്റെ അമ്മ അങ്ങനെയൊന്നുമല്ല. അമ്മയെ തൊട്ടപ്പോൾ അവന് നല്ലതായിട്ട് പൊള്ളി. ഞാൻ നിന്റെ ടീച്ചറാണ്, ഞാൻ ഇങ്ങനത്തെ കുപ്പായിട്ടിട്ടാണോ ഇവിടെ നിൽക്കുന്നത്? അതല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പിന്നെ നമ്മളൊന്നും ഉപയോഗിക്കാത്ത ഈ കാര്യങ്ങൾ എന്തിനാ കൊണ്ടു നടക്കുന്നത് മോനെ? ശരിയല്ല, ഇത് നിനക്ക് വേണോ ഞാൻ എടുക്കണോ? അപ്പോൾ ഒരു പരിഹാസത്തിരിയോടെ പറഞ്ഞു, ടീച്ചർ എടുത്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ അവൻ നല്ല നീളമൊക്കെയുള്ള കുട്ടിയായിരുന്നു. ഞാൻ അവനെ നമ്മുടെ PE ടീച്ചറിനെ ഏൽപ്പിച്ച രവീന്ദ്രൻ മാഷുണ്ട്, കൊണ്ടുപോയിട്ട് പറഞ്ഞു ഇവനെ ഓടിക്കണം, ചിലപ്പോൾ ഇവൻ ഓടിയിട്ട് നമുക്ക് വല്ലതും കൊണ്ടുതരും. രവീന്ദ്രൻ മാഷ് ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പോൾ അവനെ ഓടിച്ചു, പരിശീലിപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ അവൻ നമ്മുടെ സംസ്ഥാന മീറ്റിൽ 200 മീറ്റർ ആണെന്ന് തോന്നുന്നു, ഞങ്ങൾക്കൊരു മെഡൽ മേടിച്ചു കൊണ്ടുവന്നു. അവനെ അന്ന് ആദരിക്കാൻ വേണ്ടിയിട്ട് അസംബ്ലി ചേർന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ കണ്ണ് ആദ്യമായിട്ട് നിറഞ്ഞു ജീവിതത്തിൽ. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. അവനിന്ന് ഒരു ഉയർന്ന പട്ടാള ഓഫീസറാണ്. സ്പോർട്സ് കോട്ടയിൽ പഠിക്കാൻ അത്ര ഗുണമുണ്ടായിരുന്നില്ല. ഞങ്ങൾ പറഞ്ഞു, നീ കഷ്ടിച്ച് പാസ്സാവ്, നിനക്ക് സ്പോർട്സ് കോട്ടയിൽ എന്തായാലും ജോലി കിട്ടും. അവനത് അനുസരിച്ചു. ഇടയ്ക്കൊക്കെ ഇപ്പോൾ കുറച്ചായിട്ട് വരുന്നില്ല, മറ്റേ നാട്ടിൽ വന്നാൽ വീട്ടിൽ വന്നിട്ട് അമർത്തി ചവിട്ടി ഒരു സല്യൂട്ട് തരും. അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷം. അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ. അവനെന്ന് ഉയർന്നൊരു ഓഫീസറാണ്, നല്ല ജീവിതമാണ്. ഞാൻ പറയുന്നത് എല്ലാ കുട്ടികളുടെ ഉള്ളിലും ഒരു നന്മയുണ്ട്, പക്ഷെ അതിനെ കണ്ടറിഞ്ഞ് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കണം അധ്യാപകർ. അധ്യാപനം അത്തരത്തിലുള്ള ഒരു അവസരമാണ്. ഇപ്പോൾ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വരുവാണെങ്കിൽ അതിനേക്കാളും വലിയൊരു ക്യാൻവാസ് ആണ്. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ നേരിട്ട് മാറ്റങ്ങൾ, ഇടപെടലുകളൊക്കെ നടത്താൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണല്ലോ. ഇനി അങ്ങോട്ടേക്കുള്ള ടീച്ചറുടെ പ്രതീക്ഷകളെ കുറിച്ചൊന്ന് സംസാരിക്കാമോ? അതെ, ഞാൻ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഫാമിലിയിൽ ജനിച്ച ആളാണ്. അമ്മമ്മയുടെ ഒക്കെ ഒരു പ്രേരണയാണ്. കടന്നു വന്നത് യൂത്തിൻ്റെയും അതുപോലെ തന്നെ വിമൻ ഓർഗനൈസേഷൻ്റെയും പ്രവർത്തകയായിട്ടാണ്. ഞാനങ്ങനെ വരുന്ന ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ ഇങ്ങനെ മീറ്റിങ്ങിനൊന്നും വരാൻ ഇഷ്ടപ്പെടുന്നവരായിരുന്നില്ല. എന്നെ ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ ഉത്തരവാദപ്പെടുത്തി സംഘടന. ഞാൻ എൻ്റെ വീട്ടിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള സകല സ്ത്രീകളോടും ചെന്ന് പറഞ്ഞു. എൻ്റെ അമ്മമ്മയെ നാട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടായാലും അവിടെ ഓടിയെത്തുന്ന ഒരു സാമൂഹ്യ സേവികയായിരുന്നു അമ്മമ്മ. ഭയങ്കര ബോൾഡാണ്, എല്ലാവരും ബഹുമാനത്തോട് കാണുന്ന ആളാണ്. വലിയ നേതാവൊന്നുമല്ല, പക്ഷേ നാട്ടിലെ ഒരു പ്രമാണിയാണ്. ഇങ്ങനെ എല്ലാവിടെയും എത്തി അതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ കല്യാണമ്മയുടെ കുഞ്ഞുമോളല്ലേ എന്നുള്ളൊരു സ്നേഹം എന്നോടുണ്ട് അവർക്കെല്ലാം. അപ്പോൾ അസുഖമൊക്കെ വന്നാൽ അല്ലെങ്കിൽ മരണപ്പെട്ടാൽ ഇന്നത്തെ പോലെ അല്ല, ആളുകൾ ദിവസങ്ങളോളം കിടന്നെടുക്കുന്ന എഴുന്നേക്കില്ല. ഇന്നിപ്പം അതിനെക്കുറിച്ചൊരു ബോധമായി സമൂഹത്തിൽ. പോയാളിന് തിരിച്ചു വരില്ല, ജീവിതം നേരിട്ടേ മതിയാവൂ എന്നുള്ളൊരു ബോധത്തിലേക്ക് എത്തി. അന്ന് അങ്ങനെയല്ല. ആരെങ്കിലും മരണപ്പെട്ടാൽ പിന്നെ ആ വീട്ടിലുള്ള ആളുകൾ എഴുന്നേക്കുകയില്ല, കരച്ചിലായിരിക്കും. അവർക്ക് അതൊന്നും അംഗീകരിക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നില്ല. അമ്മമ്മ അവർ എഴുന്നേക്കുന്നത് വരെ അവരുടെ കൂടെയാണ്. പിന്നെ ഭക്ഷണം കൊടുത്തിട്ടും ആശ്വസിപ്പിച്ച് ചിലപ്പോൾ വഴക്കൊക്കെ പറയും, പിന്നെ അങ്ങനെയായിട്ട്. അതുകൊണ്ട് എനിക്കൊരു അവരുടെ ഇടയിലൊരു സ്ഥാനം ഉണ്ടായിരുന്നു. പിന്നെ കോളേജിൽ പോകുന്നൊരു പെൺകുട്ടി, നാട്ടിൽ നിന്ന് ആരും കോളേജിൽ പോകാത്ത കാലത്ത് കോളേജിൽ പോകുന്ന ഒരു പെൺകുട്ടി എന്നുള്ളൊരു സ്നേഹവും ഉണ്ടായിരുന്നു. അപ്പം എന്നാലും പറയും, മോളെ വരണം എന്നുണ്ട്, പക്ഷെ വന്നാൽ തിരിച്ചു വരുമ്പോൾ ഇവർ എന്ന് വെച്ചാൽ ഹസ്ബൻഡ് വല്ലാണ്ട് അടിക്കും, അതുകൊണ്ട് വരാൻ പറ്റില്ല. അതായിരുന്നു ആ കാലഘട്ടം. അങ്ങനെയുള്ള സ്ത്രീകളെ സമൂഹത്തിൽ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഉത്തരവാദിത്വം. ഇന്ന് അഭിമാനമുണ്ട്. ഇന്ന് ഒരു മീറ്റിങ്ങൊക്കെ വിളിച്ചാൽ സ്ത്രീകൾ വരുന്നു. കുടുംബശ്രീ എല്ലാം രൂപീകരിച്ചപ്പോൾ അങ്ങനെയും വന്നു. നല്ല മാറ്റം കേരളത്തിൽ സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിക്കുന്ന വേദിയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഞങ്ങളുടെ മാത്രമല്ല, ഒരുപാട് ആളുകളുടെ നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. ചാരിതാർത്ഥ്യമുണ്ട് അതിൽ. തീർച്ചയായും. ഇപ്പം അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള നേതാക്കന്മാരുണ്ട്. ഇപ്പൊ ഞാനിങ്ങനെ ഗൂഗിളിൽ വെറുതെ നോക്കി, ഇപ്പം EMSന്റെ ഒക്കെ കൂടെയുള്ള ഒരു പിക്കൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള നേതാക്കന്മാരിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ശരിക്കും ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഈ നേതാക്കന്മാരുമായി സംസർഗമുള്ളൊരു കുടുംബമാണ് എൻ്റെത്.
എൻ്റെ വല്യമ്മാവന്മാർ സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു. എന്ന് വെച്ചാൽ വലിയ അറിയപ്പെടുന്ന നേതാക്കന്മാരൊന്നുമല്ല, നാട്ടിൻപുറത്തുള്ള സമരത്തിനെല്ലാം സ്ഥിരമായിട്ട് പോകുന്ന ആളുകളായിരുന്നു. ഈ അമ്മയുടെ വല്യമ്മ എന്ന് വിളിക്കുന്ന അമ്മയുടെ അമ്മയാണ് അമ്മമ്മയുടെ സഹോദരങ്ങൾ. അവർ 5 സഹോദരങ്ങൾക്ക് കൂടി ഒരു സഹോദരിയായിരുന്നു എൻ്റെ അമ്മമ്മ. അപ്പോൾ വലിയൊരു നിലയിലാണ് അവരന്ന്. അവരുടെ അച്ഛൻ ഈ മാക്കൂട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ബ്രിട്ടീഷുകാരുടെ തോട്ടത്തിലൊരു സൂപ്പർവൈസറായിരുന്നു അന്ന്. അതൊക്കെ അന്ന് വലിയ പദവിയായിരുന്നു. അപ്പോൾ ചാക്ക് അരി കൊണ്ടുവരിക, പിന്നെ വീട്ടിൽ കൊണ്ടുവരിക, കുട്ടികളെ നല്ല ഉടുപ്പും സോക്സും ഒക്കെ ഇടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വെള്ളക്കാരൻ പോലെ എന്നൊക്കെ പറയുമെന്ന്. അങ്ങനെ ഒരു നല്ല അവസ്ഥയിലായിരുന്നു ഞങ്ങളുടെ കുടുംബം തുടക്കത്തിൽ. പിന്നീട് അമ്മാവന്മാരെല്ലാം രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ആയി മാറിയപ്പോൾ അതൊക്കെ പോയി. 1940-കളിൽ 48-ലൊക്കെ പരമദരിദ്രാവസ്ഥയിലായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തൊക്കെ എല്ലാം ഭൂമിയൊക്കെ ഉള്ളതൊക്കെ വിറ്റു. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ എപ്പോഴും പോലീസുകാരുടെ ഇടപെടൽ, മർദ്ദനം, സമരമൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ വല്യമ്മാവന്മാർ ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരായിട്ടാണല്ലോ എല്ലാവരും തുടങ്ങുന്നത്. പക്ഷെ കോൺഗ്രസിനകത്ത് പിന്നീട് ഈ സോഷ്യലിസ്റ്റ് ആശയഗതിക്കാർ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രൂപീകരിച്ചപ്പോൾ ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി. 1939 ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ, പിണറായിയുടെ നാട്ടിലെ പാറപ്പുറത്ത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്കാർ ഒരുമിച്ച് ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരസ്യപ്രവർത്തനം ഡിക്ലെയർ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ അമ്മാവന്മാർ കമ്മ്യൂണിസ്റ്റായി. കമ്മ്യൂണിസ്റ്റായപ്പോൾ പിന്നെ ഇവർക്കെതിരെ ഭയങ്കര മർദ്ദനം. അന്നത്തെ മലബാർ സ്പെഷ്യൽ പോലീസ്, പിന്നെ മറ്റുള്ള പോലീസുകാരെല്ലാം കൂടിയുള്ള വലിയ മർദ്ദനമൊക്കെ ഉണ്ടായി. ചില എൻ്റെ രാമുണ്ണി അമ്മാവൻ എന്ന് പറയുന്ന അമ്മാവൻ ജയിലിൽ കിടന്ന് മർദ്ദനം സഹിച്ച അവസാനം ചോര ചുമച്ച് തുപ്പുന്ന അവസ്ഥയിലെത്തി. അങ്ങനെയാണ് മരിക്കുന്നത്. മറ്റൊരമ്മാവിന് സേലം ജയിലിൽ നിന്ന് വെടികൊണ്ടു. ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം ഈ സമൂഹത്തിന് വേണ്ടി, എന്ത് മാറ്റം ഉണ്ടാവണം. ഇപ്പോൾ തൊട്ടുകൂടായ്മ അവസാനിപ്പിക്കണം, നാനാജാതി മതസ്ഥർക്ക് അവകാശമുണ്ട് ഈ മണ്ണിന്, അതുപോലെ തന്നെ പഠിക്കണം, വിദ്യാഭ്യാസം നേടിയിട്ട് വേണം മുന്നോട്ട് വരാൻ. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, സമൂഹത്തിലെ തുല്യത, ഇതെല്ലാം മനസ്സിൽ അന്ന് ആർജിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് പഠനകാലം തൊട്ട് തന്നെയല്ലേ? അതായത് ആ റൂട്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെത് പഠനകാലം തൊട്ട്. പഠനത്തോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു തുടങ്ങിയത്. ഇപ്പം ടീച്ചറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഒരു സുഹൃത്ത് മിസ് കേരളയുടെ ഫിനാലയിൽ പറഞ്ഞ ഒരു ആൻസറാണ് കേരളത്തെക്കുറിച്ച്, അല്ലെങ്കിൽ കേരളത്തിന് എന്ത് മുഖം നിങ്ങൾ നൽകുമെന്ന് ചോദിച്ചപ്പോൾ അത് കെ ശൈലജ ടീച്ചറിന് മുഖം നൽകുമെന്ന് പറയുന്നത്. ഇപ്പം സോഷ്യൽ മീഡിയയിലേക്ക് ഒത്തിരി പ്രചരിച്ചുകൊണ്ടിരിക്കും. നമുക്ക് അത് കാണുമ്പോൾ ഒരു ഗൂസ് ബംസ്, ഒരു അഭിമാനമാണ്. ഞങ്ങളുടെ നാട്ടുകാരിയാണ്, അല്ലെങ്കിൽ അത്രയും തൻ്റെതായ വ്യക്തിപ്രഭാവം കൊണ്ട് ഒരു സൈൻ, ഒരു ഒപ്പം അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. സോ ടീച്ചർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ടീച്ചറുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാണ്. ആ കുഞ്ഞുമോളെ എനിക്ക് അറിയുമായിരുന്നില്ല നേരത്തെ. നല്ല മോളാണ് അവള്. പിന്നെ എന്താ അങ്ങനെ പറഞ്ഞ അവളുടെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ ഒരു തവണ സൂര്യ ഫെസ്റ്റിവലിന് കഴിഞ്ഞ തവണ അവരെന്നെ വിളിച്ചിരുന്നു. അവിടെ പോയപ്പോഴാണ് റോസ്മിയും അച്ഛനും ഒക്കെ അവിടെ വന്നിരുന്നത്. അപ്പോഴാണ് ഞാനാണ് ടീച്ചർ ആ കുട്ടി എന്ന് പരിചയപ്പെടുത്തി തന്നു. വലിയ സന്തോഷമായി അവളെ കണ്ടപ്പോൾ. എല്ലാവരും അങ്ങനെ പറയണമെന്നില്ല, അവളുടെ അഭിപ്രായം അവൾ പറഞ്ഞു. ആ അഭിപ്രായം തന്നെ എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാവണമെന്നില്ല, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടല്ലോ. പക്ഷേ നമ്മളെല്ലാം ജീവിതത്തിൽ സിൻസിയറായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അതിനാണ് ശ്രമിച്ചത്. ഞാനങ്ങനെ ഒരു വലിയ അറിയപ്പെടുന്ന അങ്ങനെയുള്ള ആളൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഗ്രാമത്തിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള മറ്റ് സൗകര്യങ്ങളൊന്നുമില്ലാത്ത സാധാരണ ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ. പക്ഷേ പാർട്ടി എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ തന്നു. ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഒരുപാട് ആളുകളുമായി ബന്ധപ്പെട്ടു. ചിലതിന് നല്ല റിസൾട്ട് ഉണ്ടായി. അങ്ങനെയാണ് ഈ കെ ശൈലജ ടീച്ചർ എന്ന ഞാൻ വളർന്നു വന്നത്. അല്ലെങ്കിൽ ഒരു ശൈലജ എവിടെയോ ജീവിച്ച് എവിടെയോ ഒടുങ്ങുന്ന ഒരാളായിട്ട് മാത്രമേ മാറുമായിരുന്നുള്ളൂ. പാർട്ടി തന്ന ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോൾ അതിന് ചില റിസൾട്ടുകൾ ഉണ്ടായി. ഏത് സംഘടനാ രംഗത്തായാലും ഇപ്പം ഞങ്ങൾ മഹിളാ സംഘടന എന്നുള്ള നിലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, കുടുംബ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അവരിൽ വലിയൊരു ശതമാനം പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ്. അപൂർവം ചിലത് ഞങ്ങളായിട്ട് പരിഹരിക്കാൻ കഴിയാതെ കോടതിയുടെ മുമ്പാകെയൊക്കെ പോകേണ്ടുന്ന വലിയ ഇഷ്യൂ ആയിട്ട് വളർന്നു വന്നിട്ടുണ്ട്. എനിക്ക് ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വെറുതെ തമ്മിൽ തല്ലി പിരിഞ്ഞ ചില കുടുംബങ്ങളെ യോജിപ്പിക്കാൻ സാധിച്ചു. ഒരു ചെറിയ കൗൺസിലിംഗ് ആണത് യഥാർത്ഥത്തിൽ. രണ്ടുപേരെയും വിളിച്ചിരിക്കുക, സംസാരിക്കുക, അതിൻ്റെ വരുംപരായികകൾ പറഞ്ഞ് മനസ്സിലാക്കുക,
അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നാണ്. ആരെങ്കിലും ഒരു ഇടനിലക്കാർ ഉണ്ടായാൽ തീരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പ്രശ്നം. പക്ഷെ എന്നേക്കുമായി വേറിട്ട് പോകുമായിരുന്ന, കുഞ്ഞുങ്ങളുടെ ഭാവി അനിശ്ചിതത്വത്തിലാകുമായിരുന്ന കുടുംബങ്ങളെ അവരിപ്പോഴും കാണുമ്പോൾ ഓടി വരാറുണ്ട്. ടീച്ചർ എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വേറിട്ട് പോയേനെ എന്ന് പറഞ്ഞിട്ട്. അത് ടീച്ചർ എന്ന വ്യക്തിയല്ല, ഒരു സംഘടനയുടെ പ്രവർത്തക എന്നുള്ള നിലയിലാണ് അത് സാധിക്കുന്നത്. അപ്പോൾ അതൊക്കെ രാഷ്ട്രീയ രംഗത്തുണ്ടാക്കുന്ന നമുക്കുണ്ടാക്കുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ഇപ്പോൾ ഒരു പ്രശ്നം തീരുമ്പോൾ ചെറിയൊരു ഈഗോയിൻ്റെ പേരിൽ ബഹളം ഉണ്ടാക്കുന്നവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയില്ലേ, അത് സാധിക്കും, നമുക്ക് പോസിബിളാണ് എന്നുള്ളത്. അതേപോലെയാണ് ജനപ്രതിനിധി ആകുമ്പോൾ നമ്മളൊരു ഐഡിയ മനസ്സിൽ കൺസീവ് ചെയ്യുന്നു എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിന് നമുക്കൊറ്റയ്ക്ക് സാധിക്കില്ല. അതിനൊരുപാട് വിദഗ്ധരായിട്ടുള്ള ആളുകളെ വിളിച്ചിരുത്തി ഒരു ടീമായി ഡിസ്കഷൻ നടത്തി ആ അഭിപ്രായങ്ങൾ വരുമ്പോഴാണ് എന്താണ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇപ്പോൾ ഈ ലാസ്റ്റ് ടൈം മട്ടന്നൂർ MLA ആയ സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞു നമുക്കൊരു ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കണം കേരളത്തിൽ. അപ്പോൾ സ്ഥലം കണ്ടെത്തണം അതിന്. അപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, കണ്ണൂർ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലം കണ്ടെത്താൻ, അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ആ പ്രോജക്റ്റ് തയ്യാറാക്കണം. അപ്പോൾ ഞാൻ കണ്ണൂർ അന്ന് നല്ല മിടുക്കനായിട്ടുള്ള മീർ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു IAS കാരനാണ്. ഞാൻ മീറിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, ടീച്ചർ ഇന്ന സ്ഥലത്തൊരു സ്ഥലം കിട്ടാൻ സാധ്യതയുണ്ട്, ഒരുപാട് പൈസ കൊടുത്ത് അക്വയർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ കുറച്ച് റവന്യൂ ഭൂമിയോ അങ്ങനെ എന്തെങ്കിലും, റവന്യൂ ഭൂമിയില്ല, എന്നാൽ അവിടെ ഒരു പടിയൂർ കല്യാട് പഞ്ചായത്തിൽ നോമാൻസ് ലാൻഡായിട്ട് കുറച്ച് സ്ഥലമുണ്ട്, പിന്നെ കുറച്ച് അക്വിസിഷൻ നടത്തിയാൽ 300 acres ആവാം. അത് വളരെ പെട്ടെന്ന്. പിന്നെ എൻ്റെ ഉത്തരവാദിത്വം എന്താ, അത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ്. നിരന്തരമായിട്ട് കളക്ടറുമായിട്ട് ചർച്ച ചെയ്യുക, തഹസിൽദാർമാരെ വിളിക്കുക, ആ ടീമിനെ പ്രോത്സാഹിപ്പിക്കുക, പെട്ടെന്ന് അക്വിസിഷൻ നടത്തുക, ഇതൊക്കെ. സെക്കൻഡ് തിങ്, എന്താണ് ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതിനകത്ത് എന്താ വേണ്ടത് എന്ന് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല നിങ്ങളതിന് പ്രോജക്റ്റ് ഉണ്ടാക്കും, ആയുർവേദ റിസർച്ച് നടത്താൻ കഴിയുന്ന ഒരു നല്ല സ്ഥാപനമായിരിക്കണം, ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ളതായിരിക്കണം. അപ്പോൾ ഇവിടെയുള്ള ആയുർവേദ രംഗത്തെ വിദഗ്ധന്മാരൊക്കെ ആയിട്ട് ചർച്ച ചെയ്തു. ഞങ്ങൾക്ക് കുറച്ച് ഐഡിയ ഉണ്ട്, പക്ഷെ അതുകൊണ്ടാവുന്നില്ല. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. ഈ രംഗത്തെ ഏറ്റവും വലിയ പ്രതിഭ ഡോക്ടർ MS വല്യത്താനാണ്. വല്യത്താൻ സാറ് മോഡേൺ മെഡിസിനുമാണ്, ആയുർവേദമാണ്. അപ്പോൾ അദ്ദേഹം ബാംഗ്ലൂരാണ്, പ്രായമായി ദശാവശനാണെന്ന്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയാണ്, ഇങ്ങനെ ഒരു ആലോചനയുണ്ട്. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അദ്ദേഹം യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും വന്നു. അദ്ദേഹം പറഞ്ഞു തന്നു എന്തൊക്കെ വേണം ഇതിനകത്ത്, എസ്പെഷ്യലി ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്. അത് വെച്ച് ഞങ്ങളൊരു നല്ല പ്രോജക്റ്റ് ഡ്രാഫ്റ്റ് ചെയ്തു. അതിൻ്റെ ഫസ്റ്റ് ഫേസ് ഇപ്പം പൂർത്തിയായി ഉദ്ഘാടനം ചെയ്തു. നല്ല റിസർച്ച് ലാബ്, 100-bedded ഹോസ്പിറ്റൽ, മാനുസ്ക്രിപ്റ്റ് റീഡിംഗ് സെൻറ്റർ, വലിയ സ്കോളേഴ്സൊക്കെ വരുമ്പോൾ താമസിച്ച് റിസർച്ച് ചെയ്യാനുള്ള സൗകര്യങ്ങൾ. ഇതാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇങ്ങനെയാണ് ഒരു വികസന പ്രവർത്തനത്തിൻ്റെ ഒരു ഐഡിയ നമ്മൾ എടുക്കുന്നത്. പിന്നെ അത് യാഥാർത്ഥ്യമാക്കാൻ പിന്നെ ഒട്ടേറെ കടമ്പകളുണ്ട്. ഒന്നും എളുപ്പമല്ല. നമ്മൾ തയ്യാറാണോ ഇതിലെ? അത് നമ്മൾ ഒരു ആശയം നടപ്പിലാക്കണമെന്ന ഇച്ഛാശക്തി ഉണ്ടായാൽ ഐ തിങ്ക് അത് സാധിക്കും. എല്ലാ ലോകവും കൂടെ നിൽക്കും എന്ന് പറയുന്നത് പോലെ നമുക്കത് സാധിക്കും എന്നുള്ളതാണ്. നല്ല പ്രയാസമാണ്, നല്ല ടെൻഷൻ ഉണ്ടാവും, മാനസിക സമ്മർദ്ദം ഉണ്ടാവും, ഇതായില്ലല്ലോ എന്നുള്ള അസ്വസ്ഥതയുണ്ടാകും. ചിലപ്പോൾ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വരും, ഇതൊക്കെ വേണോ, ഇതായില്ലല്ലോ, ഇതെന്തേ ഇവിടെ കിടക്കുന്നു, ഇങ്ങനെയൊക്കെ പറയും. നമ്മളത് ശ്രദ്ധിക്കാൻ പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ അതിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ളതൊക്കെ എടുക്കാം. പക്ഷേ നമ്മൾ വിചാരിച്ച ഇത് നടപ്പിലാക്കും, അത് നടപ്പിലാക്കാൻ സാധിക്കും. ജനപ്രതിനിധിയായി എനിക്ക് ഒട്ടേറെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ള ഒരു സന്തോഷമുണ്ട്. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം കുറച്ചെങ്കിലും അറിയപ്പെടുന്നത് മറ്റുള്ള, അല്ലെങ്കിൽ ശൈല ടീച്ചർ ആരും അറിയില്ലല്ലോ. ഇങ്ങനെയെല്ലാം വരുമ്പോൾ ഇപ്പം നിപ്പയും കോവിഡും ഒക്കെ വന്നപ്പോഴാണ് ഒരു സ്ത്രീ ഇവിടെ നിന്നിട്ട് ഒരു ആരോഗ്യവകുപ്പിൻ്റെ ചുമതല എടുത്തിട്ട് ഇങ്ങനെയൊക്കെ നടപ്പാക്കുന്നു, ഒരു ടീം വർക്ക് നടത്തുന്നു എന്ന് വന്നപ്പോഴാണ് നമ്മളെ ലോകം എന്ന് പറഞ്ഞാൽ ലോകത്തൊട്ടാകെ എന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും ഇതൊക്കെ താല്പര്യമുള്ള ആളുകൾ അന്നുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യാൻ. അവരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ്.
ടീച്ചറുടെ ഒരു പൊതുപ്രവർത്തനത്തിൽ എപ്പോഴും ഒരു കെയറിങ്ങും കൂടി കലർന്ന് കിടക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ടോ? ഇപ്പോൾ ബേസിക് ആയിട്ട് ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ തൊട്ട് അപ്പം പേരാവൂർ ഒരു കുടിയേറ്റ കർഷകരുടെ ഒരു മേഖലയാണ്. അപ്പം നിയോജക മണ്ഡലത്തിന്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പം എൻ്റെ പപ്പയുടെ പപ്പ ഇങ്ങോട്ടേക്ക് കുടിയേറിയതാണ് മലബാർ മൈഗ്രേഷൻ ടൈമിൽ. അപ്പം നമ്മുടെ അതായത് ഒരു സാധാരണ പേരാവൂരിലെ ഒരാളിന്റെ ഒരു കൺസേൺ ഒരു രാഷ്ട്രീയ പ്രവർത്തകയായിരുന്നു ടീച്ചർ എങ്ങനെയൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കും? പേരാവൂർ എന്ന് പറയുന്നത് ശരിക്കും ഒരു കാർഷിക മേഖലയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കുടിയേറ്റക്കാർ വന്നത് കാർഷിക വൃത്തി ചെയ്ത് ജീവിക്കാനാണ്. അതിൻ്റെ അനുബന്ധമായിട്ടാണ് ഇപ്പം മറ്റ് കച്ചവടവും കാര്യവും ഒക്കെ വന്നത്. അപ്പോൾ ഞാൻ ഈ കുടിയേറ്റക്കാരുടെ ഇടയിൽ ജനിച്ചു വീണ ഒരു കുട്ടിയാണെന്ന് പറയാം. ഞങ്ങളുടെ വീട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വല്യച്ഛന് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർക്ക് ഒരു ചെറിയ ജോലി അന്ന് മാസത്തെ ശമ്പളം കിട്ടുന്ന ജോലി ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ച് ഭേദപ്പെട്ടവരായിരുന്നു അന്ന് ഈ ഇരിട്ടി പള്ളി മഠത്തിൽ ക്രിസ്ത്യൻ പള്ളിക്ക് അടുത്താണ് ഞങ്ങളുടെ വീട്, പായം പഞ്ചായത്തിൽ. അപ്പോൾ അവിടെ ഈ വല്യച്ഛൻ ഈ മാക്കൂട്ടം എസ്റ്റേറ്റിലെ ജോലിയുള്ള ഈ വല്യച്ഛൻ അവിടെ കുറച്ച് ഭൂമി, അന്നത്തെ ലാൻഡ് ലോഡ് അപ്പുനു യജമാനൻ എന്ന് പറഞ്ഞിട്ടുള്ള അപ്പുനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു. ലാൻഡ് ലോഡ്സൊക്കെ ഈ ടെനൻസിനോട് വളരെ ക്രൂരമായിട്ട് പെരുമാറുന്നവരായിരിക്കും, പക്ഷേ അപ്പുനു യജമാനൻ ഒരു വ്യത്യസ്തനായിരുന്നു. ഞാൻ എൻ്റെ പുസ്തകത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എൻ്റെ ഈ വല്യച്ഛനുമായിട്ട് നല്ല ബന്ധമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാമൻ ആവശ്യമുള്ളത്ര ഭൂമി അവിടെ എടുത്തോളൂ, എന്നിട്ട് വീടുണ്ടാക്കിക്കോളൂ. അങ്ങനെ ആ പറമ്പിൽ നിന്ന് തന്നെ കല്ല് വെട്ടിയെടുത്തിട്ട് ചെങ്കല്ല് ഉണ്ടല്ലോ നമ്മുടെ ലാറ്ററേറ്റ്, അത് വെട്ടിയെടുത്തിട്ടാണ് അന്ന് കല്ല് വെച്ചിട്ടൊരു വീടുണ്ടാക്കുക എന്നുള്ളത് അന്ന് ഭയങ്കര സംഭവമാണ്. എല്ലാവരും ഇങ്ങനെ ചെറിയ കുടിലാണ്, ഓലമേഞ്ഞ കുഞ്ഞു കുടിലുകളാണ് ചുറ്റുവട്ടത്ത്. അന്ന് 1-2 വീടുകൾ മാത്രമേ ആ പ്രദേശത്ത് കല്ല് വെച്ച വീടുള്ളൂ. ഞങ്ങളല്ലാത്ത മറ്റു വീട്ടുകാർ വലിയ പണക്കാരാണ്. ഞങ്ങളാണെങ്കിൽ അത്ര വലിയ പണക്കാരൊന്നും അല്ല, എന്നാലും കല്ലൊക്കെ വെച്ചിട്ടൊരു വീടൊക്കെ എടുത്തപ്പോൾ ആ മേഖലയിൽ കുറച്ച് പ്രമുഖരായിരുന്നു. ഞാൻ പറഞ്ഞത് ഈ കുടിയേറ്റക്കാർ പാലായിൽ നിന്നും കോട്ടയത്തു നിന്നും എറണാകുളത്തു നിന്നൊക്കെ വന്നല്ലോ ഭൂമി തേടിയിട്ട്. അവർ ചിലർ നല്ല പൈസ ആയിട്ട് വന്നിട്ട് ജന്മിയോട് ഭൂമി വാങ്ങിയിട്ട് വിലക്ക് മേടിച്ചിട്ട് പിന്നെ കൃഷി ചെയ്തിട്ടുണ്ട്. പക്ഷേ മഹാഭൂരിപക്ഷം പേരും വന്നത് പണിയായുധങ്ങളുമായിട്ടാണ്. അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഉള്ളതെല്ലാം പെറുക്കി കെട്ടി ഇങ്ങോട്ട് പോന്നു. അവർ തൂമ്പായും മൺവെട്ടിയും അങ്ങനെയുള്ള ഉപകരണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരന്വേഷിച്ച് നടന്ന് വന്ന് അവസാനം പലരും ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കല്യാണി അമ്മയുണ്ട്, അവിടെ പോയാൽ അവർ സഹായിക്കുമെന്ന് പറഞ്ഞ് കേട്ടറിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ വന്നു, ഈ അമ്മമ്മയാണെങ്കിൽ എല്ലാവരെയും സ്വീകരിക്കും വരുന്നവരെ. അപ്പോൾ അവർ ഈ യജമാനം കൊടുക്കുന്ന കാട്ടുപ്രദേശം വനപ്രദേശമാണ്. ഇപ്പം അയ്യങ്കുന്നായാലും ആറളായാലും ഈ കിളിയന്തറ കൂട്ടുപുഴ മേഖലയൊക്കെ അന്ന് ഭയങ്കര വനപ്രദേശമാണ്. അപ്പോൾ ഇവർ ആ കാട്ടിൽ പോയി വെട്ടി തെളിയിച്ച് കൃഷി ഇറക്കാനാണ് പോകുന്നത്. കാട്ടുമൃഗങ്ങളുടെ വലിയ ശല്യമാണ്. അപ്പോൾ ഇവർക്കായിട്ടൊരു വീടൊന്നും ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവരിൽ പലരും ഈ റോഡ് പുറമ്പോക്കിലൊക്കെ കുടിൽ കെട്ടിയിട്ടൊക്കെ താമസിക്കുക. അവരിൽ കുറേ കുടുംബങ്ങൾ ഈ പുരുഷന്മാരെല്ലാം ജോലിക്ക് പോകുമ്പോൾ ഞങ്ങളുടെ വീടിനൊരു ചെറിയ ചായ്പ് ഉണ്ട്, ഒരു ചെരിച്ച് എടുത്തിട്ടുള്ളൊരു മുറിയുണ്ട്. ആ മുറിയിൽ തങ്ങുമായിരുന്നു. പിന്നെ അവർ അവിടെ പുറത്ത് അടുപ്പൊക്കെ കൂട്ടിയിട്ട് ഭക്ഷണമൊക്കെ പാകം ചെയ്യും, കിടപ്പ് ഇതിനകത്തും. അങ്ങനെയായിരുന്നു അവിടെ. അപ്പോൾ വീടൊരു അഭയകേന്ദ്രമായിരുന്നു എൻ്റെ വീടെന്ന് ഇങ്ങനെ വരുന്ന കുറേ കുടുംബങ്ങൾക്ക്. ആ കുടുംബങ്ങൾ ഇന്ന് പലരും നല്ല സാമ്പത്തിക ശേഷിയുള്ളവരാണ്, അവർ അധ്വാനിച്ചുണ്ടാക്കിയതാണ് അവർ. പക്ഷേ ആ ബന്ധം, എൻ്റെ അമ്മമ്മയോടുള്ള ബന്ധം അവർക്കൊരു അഭേദ്യ ബന്ധമായിരുന്നു. അവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന കാർഷിക വിഭവങ്ങൾ അതിലൊരു പങ്ക് എൻ്റെ അമ്മമ്മക്ക് കൊടുക്കാൻ കൊണ്ടുവരും. വലിയ ചേന, ചേമ്പ്, കാച്ചില്, ഇതെല്ലാം ഞങ്ങൾക്കന്ന് കുട്ടിക്കാലത്ത് നല്ല സുഭിക്ഷതയായിരുന്നു. കാരണം എല്ലാവരും അധ്വാനിച്ചാൽ ഓരോ പങ്ക് ഞങ്ങൾക്ക് സ്നേഹപൂർവ്വം കൊണ്ടുതരും. അങ്ങനെ ഒരു സ്മരണയാണ് കുടിയേറ്റത്തെ കുറിച്ചുള്ളത്. അതായത് കുടിയേറ്റക്കാരാണ് ഈ മണ്ണിന്റെ കാർഷിക മേഖലയെ മെച്ചപ്പെടുത്തിയത്. അവർക്ക് ഇപ്പം ഞാൻ ഇപ്പോഴാലോചിക്കുന്ന, ഞാൻ ജനപ്രതിനിധിയായിട്ട് വരുവാണെങ്കിൽ ഇപ്പൊ പറയുമ്പോൾ എല്ലാവരും പറയുന്നത് ഇലക്ഷന് വേണ്ടി വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തട്ടിപ്പാണ്. അതേ അല്ല. ഒരു കുടിയേറ്റത്തിന്റെ ഇതിഹാസം എന്ന് പറഞ്ഞ തലശ്ശേരി രൂപത പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമുണ്ട്. അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ വന്ന വരവിനെ കുറിച്ചൊക്കെ ഒരു കവിതയൊക്കെ ഉണ്ട് അതിനകത്ത്, എങ്ങനെയാണ് കുറേ പേര് ഇവിടെ എത്തിയതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ആ അധ്വാനത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്നുണ്ടാവുന്നത് നന്നായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ എങ്ങനെയെന്നുള്ളത് പിന്നീട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. ഏതായാലും അതൊരു വലിയ സംഭവമായിരുന്നു ആ കുടിയേറ്റം എന്നുള്ളതാണ്. ഇപ്പോഴും കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ഇപ്പോഴും കുറവില്ല എന്നുള്ളൊരു കാര്യം. ഇപ്പം
ആരെങ്കിലും കാട്ടാൻ ആക്രമണം തൊട്ട് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന വിഭവങ്ങൾ, പന്നി തുടങ്ങിയ ആക്രമണങ്ങൾ ഇപ്പോഴും അതിനൊന്നും ഒരു കുറവ് വരുന്നില്ല. എന്തെങ്കിലും അത്തരത്തിലുള്ളൊരു മൂവ്മെന്റുകൾ സാധ്യതയുണ്ടോ? വലിയ ഈ പേരാവൂർ മണ്ഡലത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം വന്യജീവി ആക്രമണം തന്നെയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലെ LDF ഗവൺമെന്റ് വലിയ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനെ കുറച്ച് കൊണ്ടുവരാൻ. ഇത് നമ്മുടെ അടുത്ത് മാത്രമല്ല, ലോകമാകെ ഇപ്പം ഇത് വൈൽഡ് ലൈഫ് ഹ്യൂമൻ കോൺഫ്ലിക്ട്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ എന്താ മാർഗം? മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. ഇപ്പോൾ വന്യജീവി സംരക്ഷണ നിയമമൊക്കെ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്, നമ്മുടെ രാജ്യത്തും ഉണ്ട്. നമുക്കൊരു പരിധിവരെ മാത്രമേ അവയെ ആക്രമിച്ച് കൊലപ്പെടുത്തി കൊന്നു കീഴടക്കാനൊക്കെ കഴിയുള്ളൂ. വംശനാശമൊക്കെ ഒരു ഘടക. കാരണം ഈ നമ്മുടെ ഒരു ഒരു സന്തുലനം പ്രകൃതിയിലില്ലെങ്കിൽ മനുഷ്യരാശിക്കും നാശം സംഭവിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആവാസ വ്യവസ്ഥയും അതിൻ്റെ സന്തുലനവും പ്രധാനമാണ്. അതുകൊണ്ടാണ് ചില സ്പീഷീസിനെ ഒന്നും കൊന്നു തീർക്കാൻ സാധിക്കാത്തത്, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തത്. അപ്പോൾ അതും ജീവികളാണ്, അതിനോട് സ്നേഹമൊക്കെ ഉണ്ടാവണം. പക്ഷേ അത് വൈൽഡായി മനുഷ്യരെ ആക്രമിക്കാൻ വരുമ്പോൾ നമുക്കതിനെ തടസ്സപ്പെടുത്തിയേ മതിയാവുള്ളൂ. മനുഷ്യജീവിതം വളരെ സംരക്ഷിക്കപ്പെടണം. വന്യജീവി സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് മനുഷ്യന്മാരെ കൊന്നോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പേരാവൂർ MLA ആയപ്പോൾ ഈ പ്രശ്നമൊന്ന് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ആറളം ഫാമിനടുത്തൊക്കെ ആനമതിൽ കൊണ്ടുവന്നത് ആ സമയത്താണ്. പലതും പരീക്ഷിച്ചു. ഹാങ്ങിങ് ഫെൻസസ്, അതുപോലെ തന്നെ സാധാരണ ഫെൻസസ്, ഇലക്ട്രിക് ഫെൻസസ്, ട്രെഞ്ച് നോക്കി. ട്രെഞ്ചൊക്കെ ആന ചവിട്ടി തൂർത്ത് നടന്നു വരും. അപ്പോൾ അതിനെ വെല്ലാൻ കഴിയുന്ന ഒന്ന് ആന മതിലാണെന്ന് അന്ന് ഞാനും തീരുമാനിച്ചു, വിശ്വസിച്ചു. ഗവൺമെൻറ്റിൽ അത് പറയാൻ സാധിച്ചു. അതിൻ്റെ ജസ്റ്റ് ഒരു തുടക്കം കുറിക്കാൻ അന്ന് സാധിച്ചു. പിന്നെ LDF ഗവൺമെൻറ് കുറേയും കൂടി പൈസ കൊടുത്തിട്ട് കുറച്ച് ദൂരം കൂടി ആനമതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അത് പോരാ എന്നുള്ളതാണ്. അത് ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ അതിൻ്റെ ഒരു കംപ്ലീഷന് വേണ്ടി ആനമതിൽ മാത്രമല്ല, മൃഗങ്ങൾ കടക്കാതിരിക്കാൻ, അതുപോലെ അഥവാ എങ്ങാൻ കടന്നു വന്നാൽ അത് മനുഷ്യനെ ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പേ അതിനെ പിടികൂടാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പദ്ധതി ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ കൂടെ നിന്ന് LDF ഗവൺമെൻറ് കുറേ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നുകൂടി വിപുലപ്പെടുത്തി ഒരു സ്ഥിരം സംവിധാനമായിട്ട് അതിനെ മാറ്റാൻ സാധിക്കണം. അതിനുള്ളൊരു പരിശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. വേറെ ഒരു കാര്യം കൂടി ഞാൻ ചെയ്തിരുന്നു. ഞാനന്ന് MLA അല്ല ആ മേഖലയിൽ. കൊട്ടിയൂർ അന്ന് നോർത്ത് വയനാട് മണ്ഡലത്തിലായിരുന്നു ഞാൻ പേരാവൂർ MLA ആവുമ്പോൾ. അപ്പോൾ അവിടെ ഒരു വൈൽഡ് ലൈഫ് ആയിട്ട് ഇതിൻ്റെ നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു എലിഫൻറ്റ് കോറിഡോർ ആയിട്ട് എടുക്കുന്ന ഒരു പ്രദേശം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ആളുകളെ പുനരധിവസിപ്പിക്കാൻ പണം കിട്ടാത്തത് കൊണ്ട് അവർ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള കുറേ കുടുംബങ്ങളെ അന്ന് പുനരധിവസിപ്പിക്കാൻ ഞാൻ ഇടപെട്ടിരുന്നു. കാരണം അവരെൻ്റെ അടുത്താണ് വന്നതെന്ന്. നമ്മുടെ ജില്ലയിലാണ്. ഞാൻ അവിടുത്തെ MLA അല്ലെങ്കിലും ഞാൻ അന്ന് വൈൽഡ് ലൈഫ് CCFനെ കണ്ട് കുറച്ച് പൈസ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം 1 കോടിയിലേറെ രൂപയാണ് ഉണ്ടായിരുന്നത്. അത് മുഴുവൻ, അത് പല മേഖലക്കുള്ളതായിരുന്നു. ഞാൻ ഈ പ്രയാസം പറഞ്ഞിട്ട് അന്ന് നല്ലൊരു CCF ആയിരുന്നു. അവിടത്തേക്ക് തന്ന് ആ കൊട്ടിയൂർ മേഖലയിൽ അവരെ കുറേ കുടുംബങ്ങളെ എനിക്ക് അവിടുന്ന് ജീവൻ രക്ഷിച്ച് മാറ്റിപ്പാർപ്പിക്കാൻ സാധിച്ചു. പൂർത്തിയായിട്ടില്ലത്, അത്തരം കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ് അവിടെ. ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉറ്റു നോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പേരാവൂർ അല്ലേ? ടീച്ചർക്ക് അതൊരു ടെൻഷൻ ഉണ്ടോ? ഇല്ല. തെരഞ്ഞെടുപ്പിൽ വിജയവും പരാജയവും ഒക്കെ ഉണ്ടാവും. നമ്മളതിൽ ടെൻഷനായിട്ട് നടക്കാൻ പുറപ്പെട്ടാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സമൂഹത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വിജയിക്കണം തന്നെയാണ്. വിജയിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ, എന്നെ സംബന്ധിച്ച് എൻ്റെ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടിയല്ല. ഞാൻ MLA ആയാലും MLA അല്ലെങ്കിലും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ്, ഒരു കുറവും വരുത്താതെ. MLA ആയപ്പോഴേ പ്രവർത്തിക്കുമെന്ന് കരുതിയിട്ടുള്ള ആളേ അല്ല. പക്ഷെ MLA ആയാൽ നമുക്ക് ചെയ്യാൻ ഒരുപാട് സാധിക്കും. ഒരുപാട് അവസരങ്ങളുണ്ട്, അത് ഉപയോഗപ്പെടുത്തണം. ഈ മണ്ഡലത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ MLA ആയിരിക്കുന്ന മണ്ഡലത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല, പഴശ്ശി അണക്കെട്ടിൻ്റെ കരയിൽ ഒരു ഇക്കോ പ്ലാനറ്റ്, അത് ഇപ്പോഴത്തെ മട്ടന്നൂരിൻ്റെ ഭാഗമായ പടിയൂർ കല്യാട്, നമ്മളതിൻ്റെ 1ാം ഘട്ടം കഴിഞ്ഞു 2ാം ഘട്ടത്തിലേക്ക് കടന്നു. അതുപോലെ ഇപ്പുറത്തെ ഭാഗത്ത് ഇപ്പം പേരാവൂരിൻ്റെ ഭാഗമായിട്ടുള്ള പഴശ്ശി അണക്കെട്ടിൻ്റെ കരയിൽ ഞാൻ നേരത്തെ MLA ആയപ്പോൾ അവിടെ ഒരു ടൂറിസം പ്രോജക്റ്റ് തുടങ്ങിയിരുന്നു. ഒരു ഓപ്പൺ എയർ തിയേറ്ററും ഒരു കഫറ്റേറിയ ഒക്കെ ആയിട്ട്. ആ ഓപ്പൺ എയർ തിയേറ്ററിൽ ഇപ്പോഴും ഇഷ്ടംപോലെ പരിപാടികൾ നടക്കുകയാണ്. പക്ഷെ അതൊന്നും ഒരു സംരക്ഷിക്കപ്പെട്ട അവസ്ഥയിലല്ല ഇപ്പോൾ ഉള്ളത്. അതിനെ ഒന്നുകൂടി ഏറ്റവും മനോഹരമാക്കി ആ പ്രദേശത്ത് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും.
പിന്നെ അന്ന് ഞാനൊരു മെഗാ ടൂറിസം പ്രോജക്റ്റ് ഉണ്ടാക്കിയിരുന്നു. 5 കൊല്ലമാകുമ്പോഴേക്കും അതെല്ലാം ഉണ്ടാക്കി വരുമ്പോഴേക്കും അത് കഴിഞ്ഞ് തുടർച്ച കിട്ടുകയും ചെയ്തില്ല. തുടർച്ച കിട്ടിയിരുന്നെങ്കിൽ ആ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തേനെ. അത് അവിടെ തൊട്ടിട്ട് നമ്മുടെ പിന്നെ ഇവിടുത്തെ ഇരിട്ടി ഭാഗത്തേക്ക് വരുന്ന വള്ളിയാട് ആ മേഖലയിലേക്ക് ഇങ്ങനെ വരുന്ന ഒരു പദ്ധതിയായിരുന്നു. അത് ഇത്തിരി വലിയൊരു പ്രോജക്റ്റാണ്. അത് അന്ന് പത്രത്തിലൊക്കെ മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ അതിൻ്റെ പ്രോജക്റ്റ് മുഴുവൻ ചിത്രീകരിച്ച് വന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിതൊട്ടിയെടുക്കാൻ സാധിക്കും വിജയിച്ച് വന്നാൽ. എന്തായാലും അത് ഒന്നിച്ച് അല്ലെങ്കിലും ഘട്ടം ഘട്ടമായിട്ട് അതിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെയും ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ പിന്നെ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ കാര്യമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ ഈ സന്ദർശനത്തിനിടയിൽ ഒരു പള്ളിയിൽ നിന്ന് ഒരു ഫാദർ പറഞ്ഞത് കുരിശുമല തീർത്ഥാടന കേന്ദ്രം ഇവിടെയാണ്. ഇപ്പം പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ. അതൊക്കെ ഒരു പിൽഗ്രിമേജ് ടൂറിസത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പം ഇത് നമ്മളിപ്പോൾ പറയുമ്പം തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ പറയുന്നു, ക്രിസ്ത്യാനിയുടെ വോട്ട് ആകർഷിക്കാൻ, ഹിന്ദുവിൻ്റെ വോട്ട് ആകർഷിക്കാൻ എന്നൊക്കെ പറയും. അതിലൊന്നും കാര്യമില്ല. അതൊന്നും ഒരു മതത്തിനെ ആകർഷിക്കാനുള്ളതല്ല, നമ്മുടെ അസറ്റാണ്. ഈ പേരാവൂരിന് പിന്നെ ഉള്ള സാധ്യതകളാണത്. അനന്തമായ സാധ്യതകളുണ്ട്. അതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ജിമ്മി ജോർജിൻ്റെ ഓർമ്മയുള്ളൊരു സ്ഥലത്താണ് ഇരിക്കുന്നത്. അതെ അതെ, ഗുഡ് എർത്തുകാരുണ്ടാക്കിയിട്ടുള്ള ഒരു പിന്നെ മനോഹരമായിട്ടുള്ള ഒരു കഫേയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ സ്കൂളിൻ്റെ ഭാഗമായിട്ടുള്ള ഗ്രൗണ്ട് പണ്ട് ഞാൻ MLA ആയ സമയത്ത് ആദ്യമായിട്ട് എന്തെങ്കിലും ഒന്ന് ജിമ്മി ജോർജിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യണം എന്ന എൻ്റെ മനസ്സിൻ്റെ പിന്നെ ഒരു തോന്നലാണ്. അതിൽ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. അങ്ങനെയുള്ള ഇപ്പം രാഷ്ട്രീയത്തിന് അതീതമായി ജോർജ് വക്കീലും കുടുംബവും നല്ല സൗഹൃദത്തിലാണ്. അവർ കോൺഗ്രസ് ആണ്, അതിലൊന്നും സംശയമില്ല. പക്ഷേ ജോർജ് വക്കീലിൻ്റെ സമയത്ത് ഞാൻ പോയി കാണാറും ഒക്കെ ഉണ്ടായിരുന്നു. എന്നോടും ഭയങ്കര സ്നേഹമൊക്കെയാണ്. അതുകൊണ്ടല്ല, നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമാണ് ഈ സഹോദരങ്ങൾ, ജോർജ് സഹോദരങ്ങൾ. ഇപ്പോൾ ചുമരിൽ പിന്നെ അവരുടെ ജോർജ് ബ്രദേഴ്സ് കാണുന്നില്ലേ, അവരെല്ലാം അങ്ങനെയാണ്. അവർ സ്പോർട്സ് മേഖലയിൽ കേരളത്തിൻ്റെ അഭിമാന താരങ്ങളായിട്ട് മാറിയിട്ടുള്ളവരാണ്. അതിലൊരാളിപ്പോൾ സ്റ്റാൻലി ജോർജ് നല്ല ഗുഡ് എർത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ ചില എക്കോളജിക്കലി മറ്റേ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എക്കോ സ്റ്റൈലിൽ ചില ഭവന നിർമ്മാണങ്ങൾ നടത്തുന്നു, ടൂറിസം പ്രോജക്റ്റ് നടത്തുന്നു, കാർഷിക പ്രോജക്റ്റ് നടത്തുന്നു. ഞാൻ പലപ്പോഴും സ്റ്റാൻലിയുടെ ഈ പ്രവർത്തനങ്ങൾ ബാംഗ്ലൂർ ഞാൻ പോയിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അത് ഈ ടൂറിസം പ്രോജക്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പേ ഒരനുഭവത്തിന് വേണ്ടിയിട്ട് പോയതാണ് ബാംഗ്ലൂർ. അപ്പോൾ എന്തൊരു മനോഹരമായിട്ടാണ് ഈ കിളികളൊക്കെ കലവില ശബ്ദം ഉണ്ടാക്കുന്ന രീതിയിൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ട് അതിൻ്റെ ഇടയിൽ വീട് വെക്കുക, പിന്നെ വാഹനങ്ങളുടെ ആധിക്യമില്ലാതെ അവിടെ സമാധാനപരമായിട്ട് പോകാൻ സാധിക്കുക, കുറേ വില്ലകൾക്ക് വേണ്ടി ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ പ്രായമുള്ള ആളുകളൊക്കെ അവിടെ വന്നിരിക്കുന്നത്. ഈ സ്റ്റൈൽ ഓഫ് ലൈഫാണ് നമ്മൾ ഭാവിയിൽ കൊണ്ടുവരേണ്ടത്. അത് അന്യം നിന്ന് പോയ പ്രകൃതിയുമായിട്ടുള്ളൊരു ബന്ധം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആദ്യം MLA ആയപ്പോൾ ജിമ്മി ജോർജിനോടുള്ളൊരു സ്നേഹവും ബഹുമാനവും കാരണം ഒരു ചെറിയ തുക, വലുതൊന്നുമല്ല, സ്കൂളുകാർ ചോദിച്ചു, ഒരു 5 ലക്ഷം രൂപ അന്ന് ആ ഗ്രൗണ്ട് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. അതുകൊണ്ടൊന്നും ആവില്ല. പക്ഷേ മനസ്സിലന്ന് മോഹം ഉണ്ടായിരുന്നു കുറച്ചും കൂടി വലിയൊരു പ്രോജക്റ്റ് വേണമെന്ന്. അന്ന് ഇതുപോലെ കേരളത്തിന് സാധ്യതകളില്ല. ഇപ്പോൾ ഈ 10 വർഷക്കാലത്തെ LDF ഗവൺമെൻറ് അനന്തമായ സാധ്യതകളാണ് കേരളത്തിൻ്റെ മുന്നിൽ തുറന്നിട്ടത്. വലിയ വലിയ പ്രോജക്റ്റുകളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയ കാലമാണിത്. അതിനു മുമ്പ് നമ്മളെല്ലാം ചെറിയ കാര്യങ്ങളായിരുന്നു. അത് നമുക്ക് എത്രയോ കൊല്ലം കൊണ്ടാണ് ഒരു ചെറിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുക. ഇതല്ല, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി പറഞ്ഞത് ചെറിയ കാലം കൊണ്ട് തന്നെ വലിയ നേട്ടം ഉണ്ടാക്കാൻ നമ്മൾ ശീലിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ഇവിടെ ജിമ്മി ജോർജിൻ്റെ പേരിൽ നമുക്ക് ഒരു വലിയ സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ടാക്കാൻ കഴിയണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട്. അതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് സ്പോർട്സ് പ്രേമികൾ ചേർന്ന് വിഭാവനം ചെയ്യണം. ഇന്നിപ്പം അത്തരത്തിലുള്ള ഡിസ്കഷൻ വെച്ചിട്ട് നമുക്കൊരു കൺസെപ്റ്റ് എങ്ങനെ രൂപീകരിച്ചെടുക്കാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ ഞാനിവിടെ സ്ഥാനാർത്ഥിയായി വന്നപ്പോഴാണ് എനിക്കതിൽ ഇടപെടാനുള്ള ഒരു അവസരം ഉണ്ടായത്. പിന്നെ അത് ഉപയോഗപ്പെടുത്തുകയാണ്. അതിലൊരു ലക്ഷ്യപ്രഖ്യാപനം ഉണ്ട്. മണ്ഡലത്തിലെ ജനങ്ങളോട് തന്നെയാണ്, നിങ്ങൾ എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയാണെങ്കിൽ ഈ കൺസെപ്റ്റ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതൊരു വെയ്ഗായിട്ടൊരു കൺസെപ്റ്റ് ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് കായിക പ്രേമികളായിട്ടുള്ള കുറേ പേരെ വിളിച്ചു ചേർത്ത് അവരുടെ ഒരു ഐഡിയയും കൂടി എടുത്തിട്ട് ഒരു ഡ്രാഫ്റ്റ് തിങ് ഉണ്ടാക്കും. ഒരു പൈലറ്റായിട്ടൊരു സാധനം നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഒരു ആശയം ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നീട് ജയിച്ചു വന്നാൽ നമുക്ക്
വളരെ വിപുലമായിട്ട് അതിനെ ഒരു പ്രോജക്റ്റാക്കി മാറ്റാൻ സാധിക്കും. അതിനെ നിരവധി ഫേസ്ഡ് മാനറാക്കിയിട്ട് നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ആശയം ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ വേണ്ടിയാണ് ഇന്നൊരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുള്ളത്. അപ്പം ടീച്ചറുടെ പദ്ധതി, അതായത് പേരാവൂരിന് വേണ്ടിയുള്ള ഫ്യൂച്ചർ പദ്ധതികളിൽ ഈ ടൂറിസത്തിന് ഒരു വലിയ ഇടമുണ്ടല്ലോ. അപ്പം നമുക്ക് നമ്മുടെ നാട്ടിനും അത്തരത്തിലൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇപ്പം പഴശ്ശിരാജ തൊട്ട് അല്ലെങ്കിൽ കൊട്ടിയൂരമ്പലം ആയിക്കോട്ടെ, മൃദംഗശൈലേശ്വരി ക്ഷേത്രം ആയിക്കോട്ടെ, ഈ അടുത്ത് പേരാവൂർ സെയിന്റ് ജോസഫ് ഫൊറോന ചർച്ചിന് കിട്ടിയ ഒരു അംഗീകാരം ഉണ്ടല്ലോ. അപ്പം ഇത്തരത്തിൽ ഓരോന്നെടുത്ത് ഇപ്പം നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ കൊട്ടിയൂർ പഠിച്ച ആളാണ്. അപ്പം നമുക്കറിയാം ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കുള്ള ഒരു തിരക്ക് കാര്യങ്ങൾ. ഇപ്പൊ ദക്ഷിണ കാശി എന്ന് പറയുമ്പോൾ തന്നെ ഇത് അത്തരത്തിൽ മാറിക്കഴിഞ്ഞു. അപ്പം എക്സ്ക്ലൂസീവ്ലി ഇപ്പൊ കൊട്ടിയൂരിന്റെ ഒരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള തിരക്കൊക്കെ പലപ്പോഴും വലിയ ഡിസ്കഷൻസ് ആവാറുണ്ട് മാധ്യമത്തിലൊക്കെ. ടീച്ചർ അത്തരത്തിൽ എങ്ങനെയാണ് പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത്? അല്ല, അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണത്. കാരണം ഇതിപ്പം കൊട്ടിയൂർ അമ്പലം തന്നെ ആവണമില്ല, ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ ദേവാലയമാണ്, അറിഞ്ഞ ആളുകൾ ധാരാളമായിട്ട് അവിടെ വരുന്നു. അതല്ല, ഒരു ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ടവരുടെ പള്ളിയാണ്, അവിടെ നേർച്ചക്കും മറ്റുമായിട്ട് ഒരുപാട് ആളുകൾ വരുന്നു. അങ്ങനെ വരുമ്പോൾ പിന്നെ അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തം ആ വരുന്നവർക്ക് സുരക്ഷിതത്വം കൊടുക്കുക, സംരക്ഷണം കൊടുക്കുക, ആവശ്യമായ പശ്ചാത്തലം ഉണ്ടാക്കുക എന്നുള്ളത്. ഇപ്പോൾ കൊട്ടിയൂരിനെ സംബന്ധിച്ചിടത്തോളം കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും ആളുകൾ കൂടുതൽ വരാൻ തുടങ്ങി. കഴിഞ്ഞ തവണ കർണാടകത്തിൽ നിന്ന് 100 കണക്കിന് വാഹനങ്ങൾ വന്നു. ഇത്തവണ അതിൽ കൂടുകയല്ലാതെ കുറയില്ല. കർണാടക മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നും വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ദേശീയ ടൂറിസം കേന്ദ്രമായിട്ട് അത് മാറുകയാണ്, അല്ലെങ്കിൽ ദേശീയ പിൽഗ്രിമേജ് ആരാധനാ കേന്ദ്രമായിട്ടൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് അത് മാറുകയാണ്. ആ തീർത്ഥാടനത്തെ ടൂറിസവുമായി എങ്ങനെ ബന്ധപ്പെടുത്താം, അതാണ്. കേവലം ഒരു ടൂറിസം വന്ന് കണ്ടു പോകാനല്ല, പിൽഗ്രിമേജ് ടൂറിസം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ വരിക, കാണുക, പ്രാർത്ഥിക്കുക, ഇതൊക്കെയുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്കുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവണം. ഈ വരുന്ന ആളെല്ലാം കൂടി തിരക്ക് പിടിച്ച് ഒരുമിച്ച് വന്ന് ഒരുപാട് അപകടം ഉണ്ടാവില്ലേ? പിന്നെ അവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയില്ലെങ്കിൽ ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകും. അവരുടെ എല്ലാം ഇന്ന് വാഹനം ഇല്ലാണ്ട് ആരും വരുന്നില്ലല്ലോ. വാഹനങ്ങൾ പാർക്ക് ചെയ്യുക എന്നുള്ളത് അതിനേക്കാൾ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു മാസ്റ്റർ പ്ലാൻ ഈ കൊട്ടിയൂരിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് വന്ന ഉടനെ തയ്യാറാക്കിയതല്ല. ദേവസ്വം വകുപ്പ് അതുപോലെ കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റും കൊട്ടിയൂർ അമ്പലത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഒരു മൂർത്തമായിട്ടുള്ളൊരു പ്ലാനിൻ്റെ ഭാഗമായിട്ടല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം ഞങ്ങളുടെ പഴയ മുൻ MP KK രാഗേഷൊക്കെ ഇടപെട്ടുകൊണ്ട് ഒരു നല്ല പ്ലാൻ കൊട്ടിയൂർ അമ്പലത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മികച്ച ഒരു പ്ലാനാണ് ദേവസ്വം കൊട്ടിയൂർ ഭരണസമിതി അമ്പലത്തിൻ്റെ ഡയറക്ടർ ബോർഡ്, ഞാൻ അവരെ കണ്ടിരുന്നു. ഡയറക്ടർ ബോർഡ് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. വളരെ അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ ഒന്നാം ഘട്ടത്തിൽ ചെയ്യണം. അതൊന്ന് പാർക്കിംഗ് ആണ്, റോഡ് വീതി കൂട്ടി ഗതാഗത യോഗ്യമാക്കലാണ്, അതുപോലെ തന്നെ ഒരു ഫ്ലൈ ഓവറോ മറ്റോ നിർമ്മിച്ച് യാത്രാക്കുരുക്ക് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കലാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു ഇടത്താവളം, ഒരു വിശ്രമ കേന്ദ്രം, അതുപോലെ തന്നെ അന്നദാന കേന്ദ്രം, സമാധാനമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതെല്ലാം ചേർത്തുകൊണ്ട്, പിന്നെ ചിലർ പറയുന്നുണ്ട് ഈ പുഴ അത് ഏറ്റവും പ്രധാനമാണ്, വെള്ളത്തിൽ നനഞ്ഞുകൊണ്ട് വരിക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഭക്തന്മാർ കാണുന്നത്. മഴയുണ്ടാവും ആ സമയത്ത്. അപ്പോൾ ചില സ്നാനഘട്ടങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ അതവർക്ക് വലിയ സന്തോഷമായിരിക്കും. അതുകൊണ്ടൊരു നല്ല പ്ലാൻ കൊട്ടിയൂർ അമ്പലത്തിന് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ജയിച്ചു വരികയാണെങ്കിൽ അമ്പലം മാത്രമാക്കണ്ട, ഇപ്പോൾ എല്ലാം കൂടി ബാലൻസ്ഡ് ആയിട്ട് പറയുന്നൊന്നുമല്ല, പക്ഷേ സാധ്യതയുണ്ട്. ഇപ്പോൾ കുരിശുപള്ളി മനോഹരമായ സ്ഥലമാണ്, അത്ര ഞാൻ പോയിട്ടില്ല. അവിടെ പോയാൽ അപ്പോൾ അവിടെയെല്ലാം നമുക്ക് എങ്ങനെയാണ് ഒരു പിൽഗ്രിമേജ് ടൂറിസത്തിന് ഇടയാക്കും വിധം നമുക്കതിനെ ഡെവലപ്പ് ചെയ്യാൻ, ക്രമേണ അതിനെ ഡെവലപ്പ് ചെയ്യാൻ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അതിൻ്റെ മുന്നിൽ ഞാൻ നിൽക്കും എന്നുള്ളതാണ് ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ടീച്ചർ 2006 തുടങ്ങി വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഞങ്ങൾ തിരിഞ്ഞു നോക്കി വളരെ അഭിമാനത്തോടെ കാണുന്ന കുറേ പദ്ധതികളായിക്കോട്ടെ, ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ കാര്യം തന്നെ എടുത്താലും മറ്റൊരു ലെവലിലേക്ക് ഉയർത്താനായിട്ട് തുടങ്ങി വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ ഇനി പൂർത്തിയാക്കാനുള്ള എന്തൊക്കെ പ്ലാൻസ് ആണുള്ളത്? ഉറപ്പായിട്ട് ഏറ്റവും പ്രധാനം ഇരിട്ടി താലൂക്ക് ഹോസ്പിറ്റലും പേരാവൂർ താലൂക്ക് ഹോസ്പിറ്റലും. അന്ന് ഞാൻ മിനിസ്റ്ററായ സമയത്ത് അന്നാണ് ഇതിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് ഫണ്ട് അനുവദിച്ചത്, കിഫ്ബിയിൽ നിന്ന് ഫണ്ട് വാങ്ങിയെടുത്തത്. അതിന് കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, പക്ഷേ ചെറിയ തടസ്സങ്ങളൊക്കെ വന്നിരുന്നു. ഈ സ്ഥലത്തിൻ്റെ പേരാവൂർ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു വഴിയുടെ പേരിൽ ഒരു തർക്കം നടന്നു, ഒരു കേസൊക്കെ ആയി, അതങ്ങനെ നീണ്ടുപോയി.
അതുകൊണ്ടാണ് അതിൻ്റെ വർക്ക് പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്നത്. പക്ഷെ ഇപ്പം വർക്ക് ടെൻഡറായി കാര്യങ്ങൾ കുറേശ്ശെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പോയിരുന്നു. എനിക്ക് അത് കണ്ടപ്പോൾ തോന്നി ഇത്രയും കൂടി സ്പീഡായിട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. ഇരിട്ടി ഹോസ്പിറ്റലും കുറേ പ്രവർത്തനങ്ങൾ നടന്നു. പഴയ ഇരിട്ടി ഹോസ്പിറ്റലല്ല ഇപ്പം, കുറേ മാറി. അവിടുത്തെ ഗൈനക് വിഭാഗം നല്ല ലക്ഷ്യ നിലവാരത്തിലേക്കൊക്കെ മാറി. ഈ 2 ഹോസ്പിറ്റലുകളിലും ഡയാലിസിസ് യൂണിറ്റൊക്കെ തുടങ്ങി. ഞാനന്ന് മന്ത്രിയായിരിക്കുമ്പോഴാണ് എല്ലാ താലൂക്ക് ഹോസ്പിറ്റലിലും ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങിയത്. അപ്പോൾ ജയിച്ചു വന്നാൽ എൻ്റെ ഒന്നാമത്തെ പരിഗണനയിൽ സ്വാഭാവികമായിട്ടൊരു മുൻ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ ഉണ്ടാവുക ഈ 2 താലൂക്ക് ഹോസ്പിറ്റലുകളെയും എങ്ങനെയാണോ നമ്മൾ വിഭാവനം ചെയ്തത് ആ രീതിയിൽ ജനങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന താലൂക്ക് ഹോസ്പിറ്റൽ. പണം അവിടെ ഉണ്ടല്ലോ, പണം കിഫ്ബി അനുവദിച്ചതുണ്ട്. നമ്മൾ ആ വർക്കൊന്ന് ഇടപെട്ട് കൊണ്ടുപോവുകയേ വേണ്ടുള്ളൂ. ഇടപെട്ടാലേ നടക്കുകയുള്ളൂ. കാരണം MLA-മാരുടെ ഒരു പ്രധാന ഉത്തരവാദിത്തം അതാണ്. ഗവൺമെൻറ് എന്നൊരു വർക്ക് പാസ്സായാൽ തനിയെ ആയിക്കൊള്ളും എന്ന് വെച്ചിരിക്കാൻ പറ്റില്ല. അത് പിന്നെ ഈ ഗവൺമെൻറ് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കുന്നതിന് പകരം ഗവൺമെൻറ് പണം തന്നിട്ടുണ്ട്, ഇനി അതിനെ പ്രവൃത്തിയാക്കി പൂർത്തിയാക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ജനപ്രതിനിധിക്ക് തോന്നണം. അതൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ ചോദിച്ചു ഈ ഗവൺമെൻറ് തന്നില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഇവിടെ ഗവൺമെൻറ് തന്നിട്ടുണ്ടല്ലോ, പണവും തന്നിട്ടുണ്ട്. ഇടയ്ക്ക് അതിൻ്റെ ഇവാലുവേഷനൊക്കെ നടത്തി പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇടപെട്ട് പോകണം ജനപ്രതിനിധി. എന്നാൽ മാത്രമേ ഞാൻ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായിട്ട് കാണുന്നത് ഈ 2 താലൂക്ക് ഹോസ്പിറ്റലും ഞങ്ങൾ വിഭാവനം ചെയ്തതുപോലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വലിയ ആശുപത്രികളാക്കി മാറ്റുക എന്നുള്ളതാണ്. അത് ഉറപ്പായിട്ടും ചെയ്തിരിക്കും. ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതായത് ഇപ്പം എല്ലാവരുടെയും ഏറ്റവും ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന സൗകര്യത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ഹെൽത്ത് എന്ന്, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്, സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ അടയ്ക്കാത്തോടായിക്കോട്ടെ അല്ലെങ്കിൽ കൊട്ടിയൂരൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ച് അത്ര സമയം എടുത്ത് വേണം നമ്മളൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരാൻ ഇപ്പോഴത്തെ ഒരു സെനാറിയിൽ. അപ്പോൾ ടീച്ചർക്ക് അത്തരത്തിലുള്ള ആലോചനകൾക്ക് വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉറപ്പായിട്ടും അത് വന്നതുകൊണ്ടാണ് ഇതൊരു 3 ടയർ സിസ്റ്റമാണ് പബ്ലിക് ഹെൽത്ത് സിസ്റ്റം. സ്വകാര്യ ആസ്പത്രികളെ വിടൂ, അത് നമുക്ക് പിന്നെ പറയാം. ഗവൺമെന്റ് സിസ്റ്റത്തിൽ ഒന്ന് പ്രൈമറിയാണ്. അതിനെയാണ് ഞാൻ പറഞ്ഞത് പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ ഫാമിലി ഹെൽത്ത് സെൻ്ററാക്കി മാറ്റി എന്നുള്ളത്. കൊട്ടിയൂര് നല്ല മനോഹരമായിട്ട് മാറിയിട്ട് ഞാനത് ഉദ്ഘാടനം ചെയ്യാൻ പോയിരുന്നു. എന്നാൽ എനിക്ക് തോന്നുന്നു കേളകവും കണിച്ചാറൊക്കെ ആ ഫാമിലി ഹെൽത്ത് സെൻ്ററിൻ്റെ കൺസെപ്റ്റിലേക്ക് കുറേയും കൂടി വരണം. അതിനുള്ള മാർഗമൊക്കെ ഉണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഞാൻ അന്ന് മന്ത്രിയായിരുന്ന സമയത്ത് ഒരു മാതൃക ഉണ്ടാക്കിയിരുന്നു, ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിരുന്നു. ആ പ്ലാൻ അനുസരിച്ച് അത് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അത് ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ കുറേ പ്രശ്നങ്ങൾ അവിടെ തീരും. ഒരു ലബോറട്ടറി ഉണ്ടായിരിക്കും, ടൗണിൽ വരണ്ട ഇതൊക്കെ പരിശോധിക്കാൻ. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ COPD, മറ്റേ മാനസിക പ്രശ്നങ്ങൾ, ഇതൊക്കെ കുറേ അവിടെ തീരണം. അവിടെ ജനങ്ങൾക്ക് അതിൻ്റെ ആശ്വാസം കിട്ടണം. അങ്ങനെ വരുമ്പോൾ നഗരത്തിലെ ഈ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ തിരക്ക് കുറയും. ഒരു റഫറൽ സിസ്റ്റം ഉണ്ടായിട്ട് വരും ക്രമേണ. അപ്പോൾ നഗരത്തിൽ എന്ത് വേണം? താലൂക്കിലാണെങ്കിൽ താലൂക്ക് ഹോസ്പിറ്റൽ, അതിൽ മൈനർ സ്പെഷ്യാലിറ്റി ഒക്കെ നിർബന്ധമായിട്ടും വേണം. മേജർ സ്പെഷ്യാലിറ്റികൾ ജില്ലാതലത്തിലാണ് വരിക. അപ്പോൾ അത്തരത്തിലുള്ള അസുഖത്തിന് നമ്മൾ ജില്ലാതലത്തിലേക്ക് പോകണം. ആ ഫെസിലിറ്റി അവിടെ കിട്ടും. മറ്റതല്ല, അപ്പോൾ സാധാരണഗതിയിലുള്ള ഓർത്തോ ഈ കാര്യങ്ങളെല്ലാം താലൂക്ക് ലെവലിൽ കിട്ടും. പിന്നെ അതിനും മേജറായിട്ടുള്ള വലിയ കാര്യങ്ങൾ മെഡിക്കൽ കോളേജിൽ കിട്ടും. ഇങ്ങനെ വിന്യസിച്ചാൽ ഓരോ ഹോസ്പിറ്റലിലുള്ള തിരക്ക് കുറയും, വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ചികിത്സ കിട്ടും. ഇന്ന് കാണുന്ന ഈ ബഹളവും ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അങ്ങനെ കൊണ്ടുവരാനാണ് ഇങ്ങനെ ഒരു പരിഷ്കാരം കൊണ്ടുവന്നത്. എന്നാൽ അത് കുറച്ച് സമയമെടുക്കും ആ രീതിയിലാക്കി മാറ്റാൻ. അപ്പോൾ ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള എൻ്റെ സ്വപ്നം അതായിരുന്നു. ഒന്ന് പ്രിവെൻഷൻ, താഴെ തട്ടിൽ അവരെ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ ഏറ്റവും അവസാനമാകുമ്പോൾ അവർ ക്യൂറായിട്ട് വരുമ്പോൾ ആ പഴയ ഇതിലേക്കുള്ള ഒരു റീഹാബിലിറ്റേഷൻ അടക്കം ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു നോംസ് അനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്തത്. അത് ഡെവലപ്പ് ചെയ്ത് വന്നാൽ ഭാവി കേരളത്തിൽ നമുക്ക് നന്നായിട്ട് പകർച്ചവ്യാധികൾ പ്രിവെൻറ്റ് ചെയ്യപ്പെടും. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അത് വരാതെ സംരക്ഷിക്കപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു ആരോഗ്യപൂർണമായ കേരളത്തെ സൃഷ്ടിക്കാൻ ഇന്ന് നല്ല മാറ്റമുണ്ട്. ആരെന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ വളരെ പെട്ടെന്ന് രോഗങ്ങൾ കണ്ടുപിടിക്കുന്നു, ചികിത്സിക്കുന്നു, കഴിയുന്നതും ആയുസ് ദീർഘിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് കേരളത്തിലെ പ്രതീക്ഷിത ആയുസ് ഇത്ര വർദ്ധിച്ചത്. അപ്പോൾ ആ മാറ്റമുണ്ട്. ഇനി പുതിയ തലമുറ രോഗങ്ങളുണ്ട്, ക്യാൻസർ പോലുള്ള കാര്യങ്ങൾ. അതിനെ നേരിടാനും അതുകൊണ്ടാണ് ഈ ക്യാൻസർ റിസർച്ച് സെൻറ്റർ മധ്യ കേരളത്തിലും തുടങ്ങിയത്. കൊച്ചിയിൽ, മലബാറിൽ MCC,
തിരുവനന്തപുരത്ത് RCC, കൊച്ചിയിൽ CCRC. അപ്പോൾ ഇങ്ങനെ അതും ഞങ്ങൾ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാമാണ് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ചെയ്യുന്നത്.